വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ നാളായില്ലേ ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കണ്ടിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ്. ഇപ്പോൾ ഇവിടെ സമയം വൈകിട്ട് 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂടൊന്നുമില്ല, നല്ല തണുപ്പ് തന്നെയാണ്. പക്ഷെ എന്താ പറയുക, സൂര്യനുണ്ട്. 4-5 ദിവസമായിട്ട് സൂര്യനെ കാണാനില്ലായിരുന്നു. ഇന്ന് പാശാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താ കുറച്ച് വെളിച്ചമുണ്ട്. അപ്പം തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. സൂര്യനെ കാണാണ്ട് നമ്മൾ ഊട്ടിയിലും മൂന്നാറും ഒക്കെ പോയാലുണ്ടാവില്ലേ, ഫുള്ള് കോടയൊക്കെ ഇറങ്ങിയിട്ട് ആകാശം കാണാത്ത രീതിക്ക് മഞ്ഞ് അതുപോലെയായിരുന്നു 4-5 ദിവസമായിട്ട്. അപ്പം എന്താ പറയുക, ഭയങ്കര തണുപ്പോ ഒരു വെളിച്ചവും ഒന്നുമില്ല. ഫുള്ള് എന്താ പറയുക, ഇരുണ്ട് കിടക്കുക. അപ്പം എന്തോ പോലെയാണ്. ഇന്നിപ്പോൾ ഒരു വെളിച്ചമൊക്കെ കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം കേട്ടോ. അതെന്താ പോകുന്നത്? അമ്പടോ ഇതാരപ്പത്? എന്താക്കിയനി കളിക്കിയനി? കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴേ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞിട്ട് ആവിക്കുട്ടൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ടെന്ന്. ഓരോടൊക്കെ എന്താ പറയാള്ളേ? വർത്താനോ? എന്നാ വർത്താനം പറഞ്ഞോ. താങ്ക് യു പറഞ്ഞാളെ. ആ, എല്ലാവർക്കും സുഖല്ലേ ചോയ്ക്കി? നല്ലോണം പോലെ ചോയ്ക്കി. എല്ലാവർക്കും സുഖല്ലേ ചോയ്ക്കി. ആ, അതാണ് ആള്. ആ, ഓരോട് ചോയ്ക്കി. എല്ലാവർക്കും സുഖല്ലേ ചോയ്ക്കി. ആ, ചോയ്ക്കി. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഇവിടെ എന്താ ഉണ്ടാക്കാൻ പോണേ? ബിരിയാണിയോ? അതെങ്ങനെ എനിക്ക് മനസ്സിലായി? അതെങ്ങനെ എനിക്ക് മനസ്സിലായി? ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാം തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയൊരു പണിയാണ് കേട്ടോ. അതിലുണ്ട് ചിക്കൻ ബിരിയാണി കഴിക്കുന്ന ഒരു വീഡിയോ. അപ്പം ഞാൻ അത് കണ്ടപ്പം പിന്നെ വരുന്നത് ഫുള്ള് ബിരിയാണീൻ്റെ വീഡിയോ. അപ്പോൾ എനിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കര പൂതി. നോക്കുമ്പോൾ ബിരിയാണി റൈസ് ഉണ്ട്, അതുപോലെ തന്നെ ചിക്കനും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഒപ്പിക്കാം. തൈരില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ അഖിലേട്ടൻ വരുമ്പോഴത്തേക്കും വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഞാനാണെങ്കിൽ ഈ ചിക്കൻ ബിരിയാണി എനിക്ക് ഉണ്ടാക്കിയാൽ ശരിയാവില്ല കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ ഫിഷ് ബിരിയാണി, ചെമ്മീൻ ബിരിയാണിയും ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ചിക്കൻ ബിരിയാണി ഞാൻ വെച്ചോടത്തോളം എന്താ ഫ്ലോപ്പ് ആയിട്ടൊന്നുമില്ല. ടേസ്റ്റൊക്കെ ഉണ്ടാവലുണ്ട്, റൈസൊക്കെ അടിപൊളിയാവലുണ്ട്. പക്ഷേ റൈസൊക്കെ അടിപൊളിയാവലുണ്ട്. പക്ഷേ ടേസ്റ്റ് നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇന്ന് പക്ഷേ ഞാൻ നമ്മളുടെ ചിക്കൻ പൊരിച്ചിട്ട് വെക്കുന്ന ഒരു ബിരിയാണി ഉണ്ടല്ലോ, അതാക്കി നോക്കാമെന്ന് വിചാരിക്കുക. ഞാൻ നേരത്തെ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യണം. ഇപ്പം എനിക്ക് ചിക്കൻ കട്ട് ചെയ്യാനൊക്കെ അറിയാം കേട്ടോ. ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിവിടെ സൗദിയിൽ വന്നിട്ട് പഠിച്ചതാണ്. ആദ്യം സൗദിയിൽ വന്ന സമയത്ത് ചിക്കൻ ഇങ്ങനെ ഫുള്ളായിട്ട് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എവിടെ തുടങ്ങണം, എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എന്നിട്ട് ചിക്കനെ അവിടെ ഇങ്ങനെ നിർത്തി ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. ലാസ്റ്റ് ആ പരിപ്പ് കറി വെച്ച്. ഇപ്പം എനിക്ക് ചിക്കൻ കട്ട് ചെയ്യാൻ അറിയാം കേട്ടോ. ഫ്രോസൺ ആയിട്ടുള്ള ചിക്കൻ കേട്ടോ. അപ്പം നമുക്ക് ചിക്കൻ കട്ട് ചെയ്തിട്ട് തുടങ്ങാം. അവയ്ക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണോ? മതിയോ? നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക. ഹൈഫൈ. നല്ല വെയിലാന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ മഴ പെയ്തിട്ടോ. ചെറിയൊരു ചാറ്റൽ മഴയാണ്. ഇവിടെ അങ്ങനെയാണ് കേട്ടോ, മഴ പെയ്യുക. അങ്ങനെ കാര്യമായിട്ടൊന്നും പെയ്യൂല, ഇതുപോലെ ചെറുതായിട്ട് ചാറിപ്പോവും. പിന്നെ ഇതാ നമ്മളുടെ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചത് കുറച്ച് ഐസ് പോയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഐസ് പോകുന്നതിൻ്റെ മുന്നേ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫുൾ ഐസ് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ചിക്കൻ ഇങ്ങനെ ഞെങ്ങിക്കളിക്കും. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് ഞാനിതുപോലെ ഫുൾ ഐസ് പോകുന്നതിൻ്റെ മുന്നെയാണ് കട്ട് ചെയ്യുക. കൈ പിന്നെ കുറച്ച് മരവിക്കും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നല്ല കറക്റ്റ് പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ചിക്കനും മീനും ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ പരിസരത്തൊന്നും നിൽക്കൂല കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര സഹതാപം പറിച്ചില്ല. അത് കേൾക്കുമ്പോൾ ഞാൻ അവനെ ഓടിച്ചു വിടും. ചിക്കനൊക്കെ കട്ട് ചെയ്യാൻ എടുത്താൽ തുടങ്ങും, അയ്യോ പാവാണ്, അത് കുവ് പറ്റും, ചോര വരും, പിന്നെ ഇല്ലാത്ത സങ്കടങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ കട്ട് ചെയ്ത് മസാല തേക്കാൻ തുടങ്ങിയാൽ അപ്പോഴത്തേക്ക് ആൾ ഓടി വരും കേട്ടോ. അമ്മ വേഗം ഉണ്ടാക്കി നമുക്ക് തിന്നണ്ടേന്ന് വെച്ചിട്ട്. പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കാണ്ട് സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഉണ്ടല്ലോ, കുറേ പേരായിട്ട് എന്നോട്
ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മോൻ എന്തൊക്കെ ഫുഡാണ് കൊടുക്കുക, ചിക്കന്, ഫിഷ്, മീറ്റും ഒക്കെ കൊടുക്കുമോ എന്നുള്ളത്. ഇപ്പം അവന് 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവനായിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ഫുഡൊന്നും ഉണ്ടാക്കില്ല. ഞങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണോ അതൊക്കെ അവൻ കഴിച്ചോളൂ. പക്ഷെ ഞാൻ അവൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ അത്രയും കെയർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 6 മാസം മുതൽ കുറുക്കൊക്കെ കൊടുക്കല്ലോ, അത് 8 മാസം വരെ കുറുക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് പുഴുങ്ങിയിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഒരു 8 മാസം മുതൽ 1 വയസ്സ് വരെ ഇടയ്ക്ക് കഞ്ഞി കൊടുക്കും. അതും ആ ടൈമിലും കൂടുതലും കുറുക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കൊടുക്കുകയായിരുന്നു. 1 വയസ്സ് മുതലാണ് കേട്ടോ ചിക്കൻ കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. അവൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേക്കാണ് അവൻ ആദ്യമായിട്ട് ചിക്കൻ കഴിക്കുന്നത്. പിന്നെ അങ്ങോട്ട് വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് പീസ് എടുത്തിട്ട് നമ്മൾ പുലാവ് ഒക്കെ ഉണ്ടാക്കൂലേ, അത്യാവശ്യം നന്നായിട്ട് വെജിറ്റബിൾസും ചിക്കനും പിന്നെ നെയ്യും ഒക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി പോലെ ഉണ്ടാക്കി കൊടുക്കും. അതവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കുറേ കാലം അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലേ നമ്മൾ അവർക്ക് ഈ ഒരു ടേസ്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവരതൊക്കെ കഴിച്ചോളൂ കേട്ടോ. ഇപ്പോൾ അവൻ ഞങ്ങൾ കഴിക്കുന്ന എല്ലാ മീറ്റും കഴിക്കുന്നുണ്ട്. അത് പൊട്ടകാണെങ്കിലും ആടാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ കഴിച്ചോളൂ കേട്ടോ. ഫിഷും അതുപോലെ തന്നെ കഴിക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ കട്ട് ചെയ്യുമ്പം ഏറ്റവും പണിയുള്ള കാര്യമാണ് ഇതിൻ്റെ സ്കിന്നെടുക്കുക എന്നുള്ളത്. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് സ്കിന്ന് വലിച്ച് പറിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പണിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ സ്കിന്നെടുക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ സ്കിന്നെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഫുള്ളായിട്ടൊന്ന് ബിരിയാണി വെക്കാനുള്ളതല്ല, നമുക്ക് ആകെപ്പാടെ ഒരു 4-5 പീസ് എടുത്തിട്ട് ബിരിയാണി വെക്കുക. ബാക്കി നമുക്ക് പിന്നെ ഒരു ദിവസം കറി വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൊരിക്കുക എന്തെങ്കിലും ചെയ്യാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി പീസൊക്കെ ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു നേരത്തേക്കുള്ള ബിരിയാണി ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് ഇതാ ഞാനൊരു 4-5 പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തേച്ച് വെക്കുക. കാരണം നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണല്ലോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ നീരും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതൊക്കെ നമ്മൾ ബിരിയാണിയിൽ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ചിക്കൻ പൊരിക്കാൻ സിമ്പിളായിട്ടുള്ള ഒരു മാരിനേഷൻ മതി. ഒന്ന് നോക്കി നോക്കൂ. പൊളിയൊന്നുമില്ലേ? ഒന്നുകൂടെ നോക്കി നോക്ക്. അത് പോരല്ലോ എക്സ്പ്രഷൻ. അവിടെ ഒന്ന് ഞാൻ നോക്കി നോക്കട്ടെ. എന്റെ മോനെ ആൾക്ക് എക്സ്പ്രഷൻ എന്താ വരാത്തെ? ഇവൻ ഈ പുളിയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുനാരങ്ങയൊക്കെ കണ്ടാൽ പിന്നെ വിടൂല, അതങ്ങനെ കഴിച്ചോളൂ. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ മാരിനേഷനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 1/4 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ബിരിയാണിക്കുള്ള റൈസും കൂടി കഴുകി വെള്ളത്തിൽ കുതിർക്കാനിടാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ് കേട്ടോ. നമ്മൾ വയനാടൻ കൈമ എന്നൊക്കെ പറയില്ലേ, ആ ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതും റൈസ് കുതിർക്കാനിട്ടതും കുറച്ച് സമയം ഇവിടെ നിന്നോട്ടെ. ആ ഒരു ഗ്യാപ്പിൽ അവിക്കുട്ടനൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച്. എന്നിട്ട് നൈസായിട്ടൊന്ന് കിടത്തി ഉറക്കാൻ പറ്റുമെന്ന് നോക്കണം. എന്നാലേ എനിക്ക് കാര്യമായിട്ട് നിന്നൊന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവന് ഈ പുളിപ്പൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ബെറീസൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബ്ലൂബെറിയും സ്ട്രോബെറിയും ഉണ്ട്. അത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ജ്യൂസ് അടിക്കാൻ വിചാരിച്ച്. ഇതുവരെ ഞാൻ അങ്ങനെ അടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ ടേസ്റ്റ് വരികയെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ അത് രണ്ടും കൂടി ഇട്ടിട്ട് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കാരക്ക സിറപ്പും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ സംഭവം ഫ്ലോപ്പായിരുന്നു, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നിയത് ഒരു പഴമൊക്കെ ജ്യൂസ് അടിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ കുടിപ്പിച്ച് അവിക്കുട്ടനെ ഞാനിതാ കിടത്തി ഉറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണീൻ്റെ ബാക്കി പരിപാടി നോക്കാം. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സൺസെറ്റൊക്കെ കഴിഞ്ഞ് നല്ല ഇരുടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നോമ്പായതുകൊണ്ട് രാത്രിയാണ് ഈ ഷോപ്പുകളൊക്കെ ഓപ്പൺ ചെയ്യുക, പകലങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല. പിന്നെ എൻ്റെ ഉലുവ മുളപ്പിച്ചത് ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മിൻറ്റിൻ്റെ ചെടിയിൽ നിന്ന് നമുക്ക് കുറച്ച് മിൻറ്റ് പറിക്കാം കേട്ടോ. അത്രയ്ക്കൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ ഇടയ്ക്ക് ഇതിൽ നിന്ന് ചായയിലിടാനൊക്കെ കുറച്ച് പറിക്കാറുണ്ട്. ഇന്ന് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പുതിന ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിൻറ്റ് പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും പറിച്ചിട്ടുണ്ട്.
എനിക്ക് ഈ ബിരിയാണീൻ്റെ കൂടെ നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ് പുതിന ചട്നി. അതും സുറുക്കി ഒഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. ചില ആൾക്കാർ ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കും, അതെനിക്കിഷ്ടമല്ല. എനിക്ക് നല്ലോണം സുറുക്കിയൊക്കെ ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ല പുളിപ്പിൽ വേണം, അതാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. ബിരിയാണി ആണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ബിരിയാണി കോഴിക്കോട് കുറ്റിച്ചിറയിലുള്ള ബീഫ് ബിരിയാണിയാണ് കേട്ടോ. എൻ്റെ അമ്മോ, അതൊരു വികാരമാണ് കേട്ടോ. അവീനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എല്ലാ സ്കാനിങ്ങിലും കുറ്റിച്ചിറയിലത്തെ ഒരു ബിരിയാണി നിർബന്ധമായിരുന്നു. അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു പുതിന ചട്നി കിട്ടുള്ളൂ, അല്ലെങ്കിൽ വെറും അച്ചാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുതിന ചട്നിയും തൈരും ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ പോകണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു മിൻറ്റ് ലൈമും, അതാണ് കോമ്പിനേഷൻ. ഇനി അതല്ലെങ്കിൽ പാരഗൺ ചിക്കൻ ബിരിയാണി, അതും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പം ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഉള്ളി ചെറുതായിട്ട് അരിയുക, അതുപോലെ തന്നെ ഉള്ളി പൊരിച്ചെടുക്കുക. ഇത് രണ്ടും വൺ ടാസ്ക് ആണ് കേട്ടോ. പിന്നെ ഈ ഉള്ളി പൊരിച്ച് വെച്ചത് നമുക്ക് പാക്കറ്റ് ആയിട്ടൊക്കെ ഇപ്പം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതാകുമ്പോൾ സുഖമായി, എപ്പോൾ വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ബിരിയാണി ഉണ്ടാക്കാം. അതൊക്കെ ആരുടെ തലയിൽ പോയ ബുദ്ധിയല്ലേ. എന്തായാലും ഞാനിതാ ഫസ്റ്റ് നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതും കുക്കറിലാണ് ഞാൻ റൈസ് ഉണ്ടാക്കാറ്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊരു ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ 2 കപ്പ് അരിയല്ല എടുത്തിട്ടുള്ളത്, അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ, എനിക്ക് അധികം പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്, ഞാൻ ഉപ്പിടാൻ മറന്നു. അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ആ വെള്ളം തിളച്ചതിന് ശേഷം നേരത്തെ കുതിർക്കാനിട്ടിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് നന്നായിട്ട് വെള്ളം കളഞ്ഞ് ഊറ്റിയെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ, അതും ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മളുടെ റൈസ് സെറ്റാവും. ഇനി ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതാ റൈസ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ബിരിയാണിയിലേക്ക് വേണ്ട ഉള്ളി പൊരിച്ചെടുക്കുക എന്നുള്ള പണിയാണ് കേട്ടോ. അത് കുറച്ച് സമയം പിടിക്കുന്ന പണിയാണെങ്കിലും ഈ ഉള്ളി പൊരിച്ചതുണ്ടെങ്കിലേ ഉള്ളൂ ബിരിയാണിക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. എനിക്കാണെങ്കിൽ ഉള്ളി പൊരിച്ചത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത്രയും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി വറുത്തിട്ടുണ്ട്, കൂടെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സെയിം പാനിലേക്ക് നമുക്ക് ഉള്ളി ഇട്ടിട്ട് ബിരിയാണിക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. പക്ഷേ കറക്റ്റ് ടൈമിലാണ് അഖിലേട്ടൻ എത്തിയത്. അപ്പോൾ ഇനി കുറച്ച് ഉള്ളി വാട്ടുന്ന പരിപാടി അഖിലേട്ടനെ ഏൽപ്പിച്ച്. ഇവിടെ എനിക്കൊരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ ബിരിയാണി മസാല ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആ ഒരു പാനിൽ തന്നെ ചിക്കൻ പൊരിക്കണമായിരുന്നു. പക്ഷേ എനിക്കത് മറന്നുപോയി, ഞാൻ നേരെ അതിലേക്ക് ഉള്ളി എടുത്തിട്ട്. ഇനിയിപ്പോൾ ആ പാൻ ഒഴിച്ച് അതിൽ ചിക്കൻ പൊരിക്കുന്നതിലും നല്ലത് വേറൊരു പാനിൽ ചിക്കൻ പൊരിച്ചെടുക്കുന്നതാണ്. അപ്പം ഞാനിവിടെ വേറൊരു പാനിൽ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഉള്ളി വാട്ടുന്നതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ബിരിയാണിയിൽ അധികം മസാലകളൊന്നും ഇടാറില്ല കേട്ടോ. എനിക്ക് ഈ ഗരം മസാല മാത്രം ഇടുന്നതാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവല്. അപ്പം ഞാനതിലേക്ക് ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ആ തക്കാളി ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് ആവിയും എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാ ഇത് മല്ലിയില ഉണക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ മല്ലിയില, പുതിന ഇല ഇതൊക്കെ ഉണക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് പുതിനൻ്റെ ഇലയാണ്. ഇതും ഞാൻ അതുപോലെ ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കിയിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഉണക്കി വെക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊന്നും പോകില്ല കേട്ടോ. കറക്റ്റ് ആ ഒരു ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേ കാലം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇനി അതിലേക്ക് കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ തക്കാളി അധികം വെന്തുടയണ്ട, ദാ ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളൊക്കെ വേവുന്ന വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മളുടെ റൈസ് എന്തായെന്ന് നോക്കണ്ടേ. ഒറ്റ വിസിൽ അടുപ്പിച്ച് നമ്മൾ വെച്ചതാണല്ലോ. നോക്കുമ്പോൾ റൈസ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇടുന്ന പരിപാടിയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മളുടെ മസാലൻ്റെ മുകളിലേക്ക് കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള
ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ റൈസ് ഫുള്ളായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയർ ചെയ്യാം. എനിക്കിവിടെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ സാഫ്രോണ് പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ദമ്മിടുക. അപ്പം നമ്മളുടെ ബിരിയാണി സെറ്റാവും. അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ട് പൂതീൻ്റെ പുറത്തുണ്ടാക്കിയ നമ്മളുടെ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ദം ചെയ്യുന്ന സമയത്തൊക്കെ നല്ല മണമായിരുന്നു. ഇനി എന്തായാലും നമുക്ക് കഴിച്ച് നോക്കിയിട്ട് ബാക്കി പറയാമല്ലേ. പിന്നെ ഞാൻ ബിരിയാണി ദമ്മി എന്ന സമയത്ത് തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അഖിലേട്ടനാണ് കേട്ടോ പുതിന ചട്നി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്ലേറ്റിൽ ബിരിയാണി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് തൈര് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മളുടെ പുതിന ചട്നി വെച്ചിട്ടുണ്ട്, കൂടെ കുറച്ച് അച്ചാറും. ഇതന്നെ പോരെ, കാണാൻ നല്ല മൊഞ്ചായിട്ടില്ലേ? നാട്ടിൽ നിന്നൊരു ബിരിയാണിക്ക് പൂതി വന്നാൽ ഒന്നെങ്കിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ പോയി കഴിക്കും. ഇവിടുത്തെ ബിരിയാണിയൊക്കെ പിന്നെ പറ്റ അബദ്ധമായതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. എന്തായാലും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബിരിയാണിക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടൂല. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഇനി കുറച്ച് തൈരും കുറച്ച് ചമ്മന്തിയും കുറച്ച് അച്ചാറും പിന്നെ കുറച്ച് ചിക്കനും പിന്നെ ഈ പൊരിച്ച ഉള്ളിയും ഒക്കെ ഇവിടെ കൂട്ടിയിട്ട് ഇങ്ങനെ ഓ ഞമ്മ സ്വർഗം അല്ലേ. അടിപൊളിയല്ലേ? എന്നാ സൂപ്പറാ പറഞ്ഞാലേ. ഇങ്ങനെ എനിക്ക് സൂപ്പറാ പറയും. ഇങ്ങനെ ഇങ്ങനെ മുദ്ര ശ്രദ്ധിക്കടോ. അതങ്ങനെ സൂപ്പറാ പറയും.